മാഷ് എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ആദ്യം മനസ്സമാനത്തോടെ ഭക്ഷണം കഴിക്കേ. അച്ഛാ, ഈ അപ്പൂപ്പനെ നമുക്ക് ഇവിടെ തന്നെ താമസിപ്പിക്കാം. അപ്പൂപ്പന് എന്തോരം കഥകൾ അറിയാന്നോ? വിക്രമാദിത്യന്റെയും വേതാളത്തിന്റെയും തെന്നാലി രാമന്റെയും ഒക്കെ കഥകൾ ഇന്നലെ പറഞ്ഞു തന്നു. അപ്പൂപ്പൻ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. എന്റെ മക്കൾ എന്നോട് കാണിക്കാത്ത സ്നേഹമാ ഒരു പരിചയമില്ലാത്ത നിങ്ങൾ കാണിച്ചത്. മറുപടിയായ എനിക്ക് അതെ, ഇപ്പൊ തൽക്കാലം അതൊന്നും ഓർമ്മിക്കണ്ട, എല്ലാം ശരിയാവും. കഴിക്കേ. മതി മോളെ. ഒന്നുകൂടെ കഴിക്കും മാഷേ. അപ്പൂപ്പ, ആരാ ആ, നോക്കി? ഞാൻ നോക്കാം. കഴിച്ചേട്ടെ. ആരാ? കൗൺസിലറെ, ഇന്നലെ ജംഗ്ഷനിൽ വെച്ചൊരു വയസ്സായ ആളിനെ കൗൺസിലർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കേട്ടു. ആ സാറ് പോയോ? ഇല്ല, എന്തേ? ഓ, രക്ഷപ്പെട്ടു. ഇനി അലയാനൊരു ഇടമില്ല. കൗൺസിലർ കൊണ്ടുവന്നത് ചില്ലറക്കാരനെയല്ല, കോടീശ്വരനല്ലേ, കോടീശ്വരൻ. കോടീശ്വരനോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നല്ല നിലയിൽ കഴിയേണ്ട ഒരാളായിരുന്നു, പാപം. ആ, ദാ സാറ് വരുന്നല്ലോ. അതാണ്. സാറേ, എന്നെ മനസ്സിലായോ? ഓ, എന്തായാലും സാറും രക്ഷപ്പെട്ടു, ഞാനും രക്ഷപ്പെട്ടു. ഒറ്റ ടിക്കറ്റേ ഉള്ളൂ സാറേ. ഇതും കൂടി വിറ്റ എന്റെ ഇന്നത്തെ വീട്ടു ചെലവിലുള്ള കാശാവും. പിള്ളേർക്ക് അരി വാങ്ങാനുള്ളതാ. ഒന്ന് വാങ്ങ് സാറേ, വാങ്ങ്. എന്റെ കയ്യിൽ ആകെ ഇതേ ഉള്ളൂ. എനിക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട. ഇത് നീ കൈ വെച്ചോ. അയ്യോ, അത് വേണ്ട സാറേ. സാറിത് വാങ്ങിക്കേ, അല്ലെങ്കിൽ ശരിയാവില്ല. ശരിയാവില്ല സാറേ. ഇത് സാറിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ശരി സാറേ. ആ, ഈശ്വരോ രക്ഷ. എന്താ സാറേ അന്തം വിട്ട് നിൽക്കണത്? ഹാ, ആരായാലും അമ്പരന്ന് പോവും. 3 കോടി രൂപയല്ലേ ബമ്പർ അടിച്ചേക്കണത്. സാറേ, സാറ് ലോട്ടറി അടിച്ചു വന്ന്. ആ, ആണോ? സാർ ഈ പത്രത്തിലോട്ടൊന്ന് നോക്കണം. സാർ ആ ലോട്ടറി ഇങ്ങടുത്ത്. ടിക്കറ്റ് എവിടെ സാറേ? അത് ഷർട്ടിന്റെ പോക്കറ്റില്. ആ, അയ്യോ, ഞാൻ മാഷിന്റെ ഷർട്ട് അലക്കാനിട്ടോ. ഒശ്ശോ, പപ്പേട്ടാ, നോക്കുന്നു. ടിക്കറ്റ് കിട്ടാതെ പോയാൽ എന്ത് ചെയ്യും സാറേ? താൻ ടെൻഷൻ അടിക്കണ്ട, അർഹതയുള്ളവരുടെ കൈ കിട്ടും. താൻ വാ. ഒന്ന് മാറിക്കേ. വന്നേ മോളെ, ഇതീ നോക്ക്. ശരി അച്ഛാ. എടി പത്മാവതി, നീ എവിടാ വെച്ചെന്ന് വല്ല ഓർമ്മയുണ്ടോ? എവിടെ വെച്ചെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് എടുത്തു കൊടുക്കില്ലേ? നീ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്ക്. നിങ്ങൾ എല്ലാരും കിടന്ന് ഇവിടെ പരതാതെ ബോളിൽ അവിടേക്ക് പോയി നോക്ക്. ഞാൻ അവിടെ നോക്കിക്കോളാം. ചെല്ല്. വാടി മക്കളെ. ആ. ശ്ശെ, എവിടെയത്? ശ്ശോ. എവിടെ ഞാൻ? ഇനി വാഷിംഗ് മെഷീന്റെ അടുത്ത് വല്ലതും വെച്ചോ? ശ്ശോ, ഒന്ന് നോക്കാം. ദാ. ദാ നോക്കണം സാറേ. നോക്കട്ടെ. ആ, ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ശരിയാവുന്നു. ദൈവം നിങ്ങളെ അങ്ങനെ അങ്ങ് ഒറ്റപ്പെടുത്തത്തില്ല മാഷേ. അച്ഛാ, അച്ഛാ, അച്ഛാ. കോൺട്രാക്ടർ സുമാരെ വിളിച്ചു പറഞ്ഞപ്പോഴേ അറിഞ്ഞത് 3 കോടിയുടെ മെമ്പർ അച്ഛനാണെന്ന്. ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നില്ല അച്ഛാ. ഞാൻ അച്ഛനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ സകലമാന ദൈവങ്ങളെയും വിളിച്ചു പറഞ്ഞു അച്ഛന് തന്നെ ലോട്ടറി അടിക്കണേന്ന്.
അച്ഛാ, ഇന്നാണൊരു ബമ്പർ ലോട്ടറി അടിച്ച ഭാഗ്യവാനെ ഞാൻ കാണുന്നത്. എന്റെ ഭാഗ്യമാണ് അച്ഛൻ. അയ്യോ, നമുക്ക് എന്റെ വീട്ടിൽ പോവാ അച്ഛാ. ഞാനാണ് അച്ഛന്റെ മൂത്ത മോൻ. എനിക്കുള്ള അവകാശം കഴിഞ്ഞിട്ട് വേറെ ആർക്കും അവകാശമുള്ളൂ. വാച്ചാ പോ. ഏതായാലും ഒരു ലോട്ടറിയിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് അച്ഛനോട് നല്ല വാക്ക് പറയാനും സ്നേഹത്തോടെ അച്ഛാന്ന് വിളിക്കാനും സാധിച്ചല്ലോ. അല്ല, വണ്ടി ഇവിടെ ഇട്ട് തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇടവഴി പാർക്ക് ചെയ്തിരിക്കാം. ഞാൻ വണ്ടി മുറ്റത്തോട്ട് കൊണ്ടുവരാം. അച്ഛൻ എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ എനിക്ക് മിണ്ടാൻ ഗ്യാപ്പ് തരുന്നില്ലല്ലോ. അച്ഛാ, ഇഷ്ടം പോലെ മിണ്ടിക്കോ മിണ്ടിക്കോ മിണ്ടിക്കോ. ഞാനൊരു കോടീശ്വരനായിട്ട് അധിക നേരമായിട്ടില്ല. 24 മണിക്കൂറായിട്ടില്ല. എന്ന് വെച്ചാ നല്ല ചൂടുള്ള കോടീശ്വരൻ. എന്റെ മോൻ ഇന്നലെ എന്നോട് ചില കണക്കുകൾ അവതരിപ്പിച്ചു. 2 ലക്ഷത്തി ചില്ലുവാനും രൂപ എന്റെ മോന് ഞാൻ കടക്കാരനാണ്. അതച്ഛാ, അത് ഞാൻ തരും. എന്തെങ്കിലും കണക്കെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കും വന്നു വാങ്ങാൻ മോളെ. അതോടെ അച്ഛനും മക്കളും ആ കണക്കങ്ങ് തീർന്നു. അല്ല അങ്കിളെ, അത് പിന്നെ കോടികൾ എന്റെ കയ്യിൽ വന്ന് ചേർന്നിട്ടില്ല. എങ്കിലും ചില കാര്യങ്ങൾ ചില സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. അശരണരും ആലംബഹീനരും ഇതുപോലെ ബലഹീനരുമായ ഒരുപാട് പാവങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവർക്കെന്തെങ്കിലും സഹായം, എന്നെപ്പോലെ തെരുവിലും സദനങ്ങളിലും കൊണ്ടു തള്ളുന്ന വയോജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമാകുമെങ്കിൽ ഈ തുക ഞാൻ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കും. കാരുണ്യത്തിന്റെ ഭണ്ഡാരത്തിൽ. ഞാൻ ഈ പറഞ്ഞതൊക്കെ ചെയ്യാൻ ഈ ടിക്കറ്റ് ഞാൻ കൗൺസിലറെ ഏൽപ്പിക്കുക. ഇതാ സാർ. ദാ. ഇനി എന്തോന്നിരിക്കുന്നു വാടി. അയ്യടാ, അച്ഛനാണ് പോലും അച്ഛൻ. അയ്യോ